ഇവിടെ താഴെത്തട്ടിൽ ഒരു ബൂത്ത് പ്രസിഡന്റ് മുതൽ അങ്ങേ അറ്റം വരെയുള്ള ആളുകളുടെ കഠിന പ്രയത്നമാണ് ഈ വിജയം. ഈ വിജയം എന്ന് പറയുന്നത് നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ്സിന് കിട്ടിയിട്ടുള്ളൊരു അവസരമാണ്. ഇത് നേതാക്കൾ മുകളിലിരുന്ന് ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ താഴെത്തട്ടിൽ അഹോരാർത്ഥം പണിയെടുത്ത് ഈ ഭരണം പിടിച്ച ഒരുപാട് പേര് ഇവിടെയുണ്ട്. അതിലൊരാളാണ് ഞാനും. നീണ്ട 10 വർഷം പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് LDFൻ്റെ അനീതിക്കെതിരെ, അഴിമതിക്കെതിരെ ഒക്കെ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കുകയും 29-30 കേസുകളടക്കം വന്നൊരു വനിതയാണ് ഞാൻ. കാരണം അതെൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കുള്ളതല്ല, മറിച്ച് ഈ കൗൺസിൽ ലാലി ജെയിംസ് താങ്കൾ തൃശ്ശൂരിൽ സജീവമായി പ്രവർത്തിച്ചു വന്ന ഒരു നേതാവാണ്. അവിടെ പ്രാദേശികമായി താങ്കളെ ഇപ്പോൾ എതിർ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾക്കായാലും പരിചിതമായ ഒരു മുഖമാണ്. അത് താങ്കളുടെ പ്രവർത്തനത്തിലൂടെ നേടിയെടുത്ത പരിചയമാണ്. അതുകൊണ്ടാണല്ലോ ലാലി ജെയിംസിന്റെ നേരിട്ട ഒരു അനീതി നമ്മൾ മാധ്യമങ്ങൾ പോലും അത്രയും ചർച്ചയാക്കുന്നത്. ഏതെങ്കിലും ഒരു പേരല്ലല്ലോ ലാലി ജെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ പാർട്ടി ആ രീതിയിൽ പരിഗണിച്ചില്ല. പ്രത്യേകിച്ചും DCC നേതൃത്വം മാറിയല്ലോ ഇപ്പോൾ. അപ്പോൾ ജോസഫ് ടാജറ്റ് വന്നതിന് ശേഷം ലാലിയുടെ മെറിറ്റ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു തീരുമാനത്തിലേക്ക് പോയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് ലാലിക്ക് നിഷേധിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും അദ്ദേഹം കുറച്ചുകൂടി പക്വതയോടുകൂടി പെരുമാറണമായിരുന്നു, പക്വതയോടുകൂടി തീരുമാനങ്ങൾ എടുക്കണമായിരുന്നു. അദ്ദേഹം കേവലം കണ്ടത് ഞാനൊരു പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ മാത്രമാണ്. 4 തവണ കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ സീറ്റ് തന്നു, അത് പണം വാങ്ങിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ 4 തവണയും വോട്ട് നൽകിയത് ജനങ്ങളാണ്. ഞാൻ ജനങ്ങളോടൊപ്പം നിലനിൽക്കുന്നൊരു വ്യക്തിയാണ്. 2 തവണ ഞാൻ നിന്നത് ലാലൂരിൽ എന്ന സ്ഥലത്താണ്. ലാലൂരിൽ മത്സരിക്കാൻ ഒരാളുടെ പേര് പോലും അവിടെ നിന്ന് പോയിട്ടില്ല. കാരണം അവിടെ മത്സരിക്കാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. ആ ധൈര്യം ഏറ്റെടുത്തുകൊണ്ട് 2 തവണയും അവിടെ വിജയിച്ച് ആദ്യ തവണ 1000 ഭൂരിപക്ഷം, ഇത്തവണ ചരിത്ര ഭൂരിപക്ഷം 1527 ഞാൻ ചെന്നത്.